ഓക്കെ, സോ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി F06 5G ഉണ്ടല്ലോ. ഈ ഫോണിലുള്ള ഒരു ഫീച്ചർ ഇപ്പം നിലവിൽ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയ S25 സീരീസിൽ മാത്രമേ ഉള്ളൂ. അത് ഏത് ഫീച്ചർ ആണെന്ന് താഴെ കമന്റ് ബോക്സിൽ ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും വഴിയെ വീഡിയോയിൽ പറഞ്ഞുതരാം. എക്സാക്ട് ഓഫർ പ്രൈസ് പറയുകയാണെങ്കിൽ 9499 രൂപയാണ്. ആ പ്രൈസിൽ ഏറ്റവും കംപ്ലീറ്റ് 5G എക്സ്പീരിയൻസ് തരുന്ന ഏക ഫോൺ ഇതാണ് എന്നാണ് സാംസങ് പറയുന്നത്. അത് ഫ്രാങ്ക്ലി എനിക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിന് മുൻപ് ലോഞ്ച് ചെയ്ത എനിക്ക് തോന്നുന്നു ഷവോമിയുടെ പോക്കോയുടെ ചില ഫോണുകളിൽ അവരും പറയുന്നതനുസരിച്ച് 10,000 റുപ്പീസിന്റെ താഴെ ദി ബെസ്റ്റ് 5G എക്സ്പീരിയൻസ് എന്നാണ്. പക്ഷേ ആ ഫോണുകളിൽ എയർടെലിന്റെ സിം ഇടുമ്പോൾ 5G കണക്ടിവിറ്റി കിട്ടുന്നില്ലായിരുന്നു. സോ ഈ ഫോണിൽ എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ജിയോയുടെ സിം ഇട്ട് നോക്കി, നോ പ്രോബ്ലം 5G കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എയർടെലിന്റെ സിം ഇട്ട് നോക്കി, ഇതിലും 5G വരുന്നുണ്ട്. സോ ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും രണ്ടിലും 5G കിട്ടും. അതിന്റെ അർത്ഥമാണ് ഈ ഒരു ഫോൺ സ്റ്റാൻഡ് അലോൺ ആൻഡ് നോൺ സ്റ്റാൻഡ് അലോൺ രണ്ട് തരത്തിലുള്ള 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാത്ത 12 5G ബാൻഡ്സിനുള്ള സപ്പോർട്ട് സാംസങ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ 5G സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് നിങ്ങൾക്ക് ഇതിലുള്ള രണ്ട് സിമ്മുകൾ ഉപയോഗിച്ച് 5Gയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിനുള്ളിലും നല്ല കണക്ടിവിറ്റി കിട്ടാൻ വേണ്ടി ഈ ഫോണിൽ സാംസങ് 4 ആന്റിനാസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസിൽ 5G ഒക്കെ നല്ലോണം കണക്ട് ആവുന്നുണ്ട്. അവിടെ ഇഷ്യൂ ഒന്നുമില്ല. അതായത് 5G കണക്ടിവിറ്റി ആണെങ്കിലും കോളിംഗ് പെർഫോമൻസ് ആണെങ്കിലും 5G ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഓക്കെ ആണ്. സോ തീർച്ചയായിട്ടും 5Gയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സാംസങ് ഈ ഫോണിന്റെ മേളിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബാക്ക് കണ്ടോ, തിളങ്ങുന്ന ഞാൻ ലെറ്റ്സ് റോൾ പറയാൻ വേണ്ടി മറന്നുപോയി. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ പൊതുവെ സാംസങ്ങിന്റെ ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന ഒരു പ്ലെയിൻ ഡിസൈൻ ഉണ്ടല്ലോ, ഇത്തവണ അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. മറിച്ച് കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുമ്പോൾ ഒരു 3D എഫക്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. റിപ്പിൾ ഗ്ലോ ഡിസൈൻ എന്നാണ് സാംസങ് ഇതിനെ വിളിക്കുന്നത്. പിന്നെ ക്യാമറ മോഡലിന്റെ ഡിസൈനും മാറ്റിയിട്ടുണ്ട്. 2 കളർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളതാണ് ബഹാമ ബ്ലൂ, മറ്റേതാണ് ലിറ്റ് വയലറ്റ്. പവർ ബട്ടന്റെ മേലുള്ള സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഇല്ല. സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ യെസ്, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. സാംസങ്ങിന്റെ മറ്റ് സീരീസുകളുണ്ടല്ലോ, അതായത് എ സീരീസ്, എം സീരീസ്, എസ് സീരീസ്, ആ സീരീസിലുള്ള ഫോണുകളിൽ ഉള്ളതുപോലെ ഈ ഫോണിലും കണ്ടില്ലേ ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ബോക്സി ഡിസൈനിലാണ് F06 വരുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഫോണാണ്. കാരണം ഈ ഫോണിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 6.7 ഇഞ്ച് സൈസ് ഉള്ള ഒരു യമണ്ടൻ HD+ IPS LCD പാനലാണ്. ബ്രൈറ്റ്നെസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. വീട്ടിനുള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ കംഫർട്ടബിൾ ആണ്. ഈവൻ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോഴും തണലത്ത് അല്ലെങ്കിൽ ഷെയ്ഡിൽ ഇരുന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. FM റേഡിയോയും പ്ലേ ചെയ്യാം. 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഈസിലി നിങ്ങൾക്ക് ഒരു ദിവസത്തിന് അപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തരും. 25 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ പ്രൈസിൽ നോർമലി 10 വാട്ട് അല്ലെങ്കിൽ 18 വാട്ടിന്റെ ചാർജിംഗ് ആണ് കിട്ടുന്നത്. ഇവിടെ 25 വാട്ടിന്റെ ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് സാംസങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറിയാലോ, ബോക്സിൽ ചാർജർ വരില്ല. സോ നിങ്ങൾക്ക് 25 വാട്ടിന്റെ ചാർജർ സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടി വരും. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6300 5G ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. 4GB 128GB ആൻഡ് 6GB 128GB ആണ് രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസ്. 4 ലക്ഷത്തിന് മേലുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ചിപ്സെറ്റിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഈ ഒരു സ്കോർ ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നമ്മൾ ഒരിക്കലും ഈ 10,000 റുപ്പീസിന്റെ താഴെയുള്ള ഫോണുകൾ ഭയങ്കരമായിട്ടുള്ള ഗെയിമിങ്ങിന് വേണ്ടി അല്ല വാങ്ങുന്നത്. മറിച്ച് നോർമൽ യൂസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കയ്യിൽ 2 സിം ഉണ്ടെങ്കിൽ ഒരു സിം ഇട്ട് വെക്കാൻ വേണ്ടി, വീട്ടിൽ മുതിർന്നവർക്ക് വേണ്ടി, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഫോർഡബിൾ ബഡ്ജറ്റ് ഫോൺസ് വാങ്ങുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക് ലെവൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈവൻ BGMI കളിക്കാം. കണ്ടില്ലേ, സ്മൂത്ത് അൾട്രാ സെറ്റിംഗ്സ് അൺലോക്ഡ് ആണ്. എന്ന് വെച്ചാൽ 40 FPS ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. ഇനിയാണ് ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്ത ആ ഒരു ഫീച്ചർ. ഏതാണ് നിങ്ങൾ ഗസ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നും. അതാണ് ഈ ഫോണിൽ Android 15 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് One UI 7 ആണ് സാംസങ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ഫോണിലും ഇല്ല ഇതുവരെ. അത് S25 സീരീസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. അതിനോടൊപ്പം തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഐ ഡോണ്ട് തിങ്ക് സോ വേറെ ഏതെങ്കിലും ബ്രാൻഡ് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് വേണ്ടിയുള്ള പ്രോമിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ സാംസങ് ആൻഡ്രോയിഡ് 16, 17, 18, 19 വരെയുള്ള അപ്ഡേറ്റ് തരും എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. സോ One UI 7 ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടി റൗണ്ടഡ് ഐക്കോൺസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഗാലറി സെറ്റിംഗ്സ് പോലുള്ള ഫസ്റ്റ് പാർട്ടി ഐക്കൺസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്വിക്ക് ടോഗിൾസ്, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ, ഈ കാണുന്ന ക്വിക്ക് ടോഗിൾസ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. വലുതാക്കാം, ചെറുതാക്കാം. പുതിയ വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന നൗ ബാറിന്റെ ഫീച്ചർ ഈ ഗാലക്സി F06 5Gയിലും വരുന്നുണ്ട്. പിന്നെ അറിയാലോ സാംസങ്ങിന്റെ നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, സാംസങ് വാൾട്ട്,
ഓട്ടോ കോൾ റെക്കോർഡിംഗിന്റെ ഫീച്ചർ എല്ലാം ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഈ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിൽ സാംസങ് അവരുടെ വോയിസ് ഫോക്കസിന്റെ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഈ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് നല്ല ക്ലീൻ ഓഡിയോ ആണ് അപ്പുറത്തിരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നത്. അതാണ് ബേസിക്കലി വോയിസ് ഫോക്കസിന്റെ ഫീച്ചർ. അതിവിടെ വരുന്നുണ്ട്. പിന്നെ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തന്നിരിക്കുന്നത്. ബഡ്ജറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ക്യാമറ ക്ലോസ് വിസ്താരം ചെയ്യുന്നില്ല. ഓക്കെ, ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ക്യാമറകൾ ഉണ്ട്, ഫോട്ടോസ് എടുക്കാൻ പറ്റും, ഡീസന്റ് ഫോട്ടോസ് ആണ് വരുന്നത്. ഞാൻ ഹ്യൂമൻ സബ്ജക്റ്റും സീനറിയും പിന്നെ പൂക്കളുടെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സെൽഫി ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 1080p at 30 fps വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 10,000 റുപ്പീസിന്റെ താഴെ സാംസങ്ങിന്റെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് പലർക്കും ഈ സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെന്നുണ്ട്, അങ്ങനെ നിങ്ങൾ സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഗാലക്സി F06 5G എന്ന ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.